السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. ഇൽമു ഹയാത്തുൽ ഇസ്ലാം, വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നാം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളും നേടിയെടുക്കുവാൻ നാം ശ്രമിക്കും. ചൈനയിലായെങ്കിലും വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുവാൻ നാം ശ്രമിക്കും. അൽ ഉലമാഉ വറസത്തുൽ അൻബിയ, ആലിമീങ്ങൾ അൻബിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. അതുകൊണ്ട് നാം വിശുദ്ധ ഖുർആനിനെ നാം ധാരാളമായിട്ട് നാം പഠിക്കുവാൻ നാം ശ്രമിക്കുക. അത് പഠിക്കുവാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും നാം ശ്രമിക്കുകയും അക്കരിമിൽ ഉലമാ, ആലിമീങ്ങളെ നാം ബഹുമാനിക്കുകയും ചെയ്യുക. അങ്ങനെ നാം പഠിക്കുന്ന ഇൽമുകളെ നാഫിയാക്കാനും നാം ശ്രമിക്കുക. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ലാ ഹസദ ഇല്ലാ ഫിൽ ഇസ്നത്തൈനി, രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് അല്ലാഹു തആല ധാരാളം ധനം നൽകിയിട്ടുണ്ട്. ആ ധനത്തെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും സമൂഹത്തിലെ ദുർബലരായ അഗതികളെയും അനാഥകളെയും സംരക്ഷിക്കുന്നതിനും അവരെ സംരക്ഷണം നൽകുവാനും വേണ്ടിയും ആ ധനത്തെ ഉപയോഗിക്കും. ഇങ്ങനെ ഒരാൾ ആകുവാൻ വേണ്ടി വേറെ ഒരാൾ രാവും പകലും ധാരാളം അദ്ദേഹത്തിന് വിജ്ഞാനങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുള്ളതൊരു ആലിം, അദ്ദേഹം ജനങ്ങളെ നല്ല മാർഗത്തിലേക്ക് രാവും പകലുമായി ജനങ്ങളെ ദീനിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, ജനങ്ങൾക്ക് ആ വിജ്ഞാനത്തെ പകർന്നു കൊടുക്കും. ഈ കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല. അല്ലാഹു തആല നമുക്ക് നാഫിയ ഇൽമിനെ അല്ലാഹു തആല നൽകുകയും ചെയ്യുമാറാകട്ടെ.